ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് ആദ്യമേ തയ്യാറാക്കുന്നത് ഒരു ക്യാബേജ് മെഴുക്കുവരട്ടിയാണ്. അതിന് ക്യാബേജൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇത്തിരി ഉഴുന്നിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എൻ്റെ ഉഴുന്ന് ഇത്തിരി മൂത്ത് പോയിട്ടുണ്ട് കേട്ടോ, എന്നാൽ കരിഞ്ഞിട്ടൊന്നുമില്ല. അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു, പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ ക്യാബേജും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായി ചെറുതീയിൽ വേണം നമുക്കത് വേവിച്ചെടുക്കാൻ. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ആവിയിൽ തന്നെ നന്നായി വെന്ത് കിട്ടിക്കോളും. വെന്തതിന് ശേഷം അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ ഇത്തിരി തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി തോർത്തിയെടുക്കാം. അപ്പം നമ്മുടെ ക്യാബേജ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗരം മസാലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട, പക്ഷേ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മൾ ഈ ക്യാബേജ് തോരനകത്ത് ചേർക്കുമ്പോൾ. സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ ക്യാബേജ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു അവിയലാണ് വെക്കുന്നത്. നമ്മൾ ലഞ്ച് വ്ളോഗിലൊന്നും ഇതുവരെ അവിയലിൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ല. എന്നാൽ പിന്നെ ഇന്നൊരു അവിയൽ വെക്കാമെന്ന് കരുതി. എന്നും മീനുണ്ടെങ്കിൽ ചീനിയാണ് വെക്കുന്നത്, എന്നാൽ പിന്നെ ഇന്ന് ചീനി വേണ്ട, ഒരു അവിയലാകട്ടെ എന്ന് കരുതി. എൻ്റെ കയ്യിലുള്ള പച്ചക്കറിയൊക്കെ എടുത്ത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിൽ. ഒരു കായും ക്യാരറ്റും കുമ്പളങ്ങായും ഒരു ഉരുളൻകിഴങ്ങും ഒക്കെയാണ് എടുത്തത്. നീളത്തിലരിഞ്ഞ് ഇത്തിരി വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിലാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെന്നല്ല, എൻ്റെ വീട്ടിലങ്ങനെ അവിയലിന് നമ്മൾ തൈരോ പുളിയോ ഒന്നും ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല. അവിയൽ നന്നായി വെന്ത് വന്ന് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ, ഇച്ചിരി ജീരകം, 2-3 ചെറിയ ഉള്ളി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, 2-3 പച്ചമുളക്, ഇത്രയും ചേർത്ത് ചതച്ചെടുത്ത അരപ്പാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് മീൻ കിട്ടിയത് തലയാണ് ഇന്നും കിട്ടിയത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്നും ഇവർക്ക് കിട്ടുമല്ലോ എന്ന്. മിക്ക ദിവസവും തല കണ്ടാൽ അത് മേടിച്ചുകൊണ്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തല എവിടെ കണ്ടാലും മേടിച്ചുകൊണ്ട് വരും. നമ്മൾ പീസാക്കി തന്നെയാണ് കടയിൽ നിന്ന് തന്നു വിടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, കഴുകി വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി. അപ്പം മൺചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഉലുവ ഇട്ട് പൊട്ടിച്ച് പിന്നെ നമ്മൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. തലയൊക്കെ ആയതുകൊണ്ട് വലിയ കഷ്ണങ്ങളാണല്ലോ, അതുകൊണ്ട് ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം മാറണം. ചെറുതീയിലിട്ട് വേണം നമ്മൾ മൂപ്പിച്ചെടുക്കാൻ, ഒരിക്കലും കരിഞ്ഞു പോകരുത്. ചെറുതീയിൽ നന്നായി മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അറിയാമല്ലോ, മീൻ കറിക്ക് വേണ്ട പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കണം. 2-3 കഷ്ണം പുളി ചേർത്ത് കൊടുത്ത്, പിന്നെ അധികം പുളി നേരത്തെ തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, അത് വെള്ളത്തോട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി തിളയ്ക്കട്ടെ. കറി നന്നായി തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കറി നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാനൊരു തക്കാളിയുടെ അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. കറി വെട്ടി തിളച്ചിട്ടുണ്ട്. നമ്മുടെ തല കഷ്ണങ്ങളെല്ലാം പെറുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തലക്കറി ഇനി ചെറുതീയിൽ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ചെറുതീയിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്ന് ഇവരുടെ വീട്ടിൽ മീൻകറി വയ്ക്കുന്ന റെസിപ്പിയേ ഉള്ളൂ കാണിക്കാനെന്ന്. ഇതൊക്കെ ഉള്ളൂ, നമ്മുടെ നാട്ടിൻപുറത്തെ വീടാണല്ലോ. നാട്ടിൻപുറത്തെ അടുക്കളയിൽ ഇങ്ങനെയൊക്കെയുള്ള കറികളെ ഉണ്ടാക്കാറുള്ളൂ. മീനോ എന്തെങ്കിലും അവിയലോ തോരനോ ചീനിയോ ഒക്കെ. നമ്മൾ വലിയ ആഡംബരത്തിലുള്ള കറികളൊന്നും അങ്ങനെ വെക്കാറില്ല. ഇതൊക്കെ സ്ഥിരമായിട്ട് വെക്കുന്ന കറികൾ തന്നെയാണ്. അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പം എന്താണ്ട് കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അത് എണ്ണയൊക്കെ തെളിഞ്ഞിരിപ്പുണ്ട്. തലക്കറിയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തലക്കറിയും റെഡിയാണ്. ഇനി പാവയ്ക്ക വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. 1 കിലോ പാവയ്ക്ക വന്നിട്ടുണ്ട്. ഇനി ദിവസവും പാവയ്ക്ക തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു പാവയ്ക്കയുടെ പകുതിയെ എടുത്തിട്ടുള്ളൂ. ഒന്ന് വറുത്തെടുക്കാമെന്ന് കരുതി വട്ടത്തിലരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ പുരട്ടി ഉപ്പും ഒക്കെ ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറുതീയിൽ എണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ ഇട്ട് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതീയിലാണ് നമ്മളത് മൂപ്പിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് പാവയ്ക്ക ഞാൻ എടുത്തില്ല, ഒരു പകുതി പാവയ്ക്ക ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് തോന്നും കരിഞ്ഞു പോയെന്ന്. കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഞാനത് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് ഞാൻ ഇത്തിരി സവാളയും കൂടെ അരിഞ്ഞ് അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. എന്ത് വറുത്ത സാധനം ഉണ്ടെങ്കിലും ഇവിടെ ഉള്ളവർക്ക്
കുറച്ച് സവാളയും കൂടെ വേണം. അതുകൊണ്ട് ഇത്തിരി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം മീൻകറിയൊക്കെ ഉണ്ടല്ലോ, ഇത്തിരി സലാഡും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി ഒരു തക്കാളിയും ഇത്തിരി വെള്ളരിക്കായും സവാളയും എല്ലാം അരിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത്തിരി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം ഇന്ന് റെഡിയായിട്ടുണ്ട്. ഇന്നൊരു അവിയലാണ് വെച്ചത്, പിന്നെ ക്യാബേജ് മെഴുക്ക് പുരട്ടി, പിന്നെ തലകറി വെച്ചത്, പിന്നെ നമ്മൾ സലാഡ് എടുത്തിട്ടുണ്ട്, പാവയ്ക്ക വറുത്തത്. ഇനി പാവയ്ക്ക കിട്ടിയ ദിവസവും പാവയ്ക്ക തന്നെ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനി പാവയ്ക്കയുടെ എന്തെല്ലാം വിഭവങ്ങൾ കാണണം അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ട പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ചൂട് ചോറ് വിളമ്പിയിട്ടുണ്ട്. ചൂട് ചോറല്ല, ചോറിന് ചൂടില്ല, രാവിലെ വെച്ചതാണ്, അതുകൊണ്ട് ചൂടില്ല. ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട്. പിന്നെ ദാണ്ട് ആവശ്യത്തിന് ക്യാബേജ് മെഴുക്കുരട്ടി വെക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് മെഴുക്കുരട്ടി അല്ലല്ലോ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടേക്കുന്നുണ്ട് തോരനാണെന്ന്. നമ്മളിതിന് അരച്ച് ജീരകമൊന്നും അരയ്ക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മളിതിന് മെഴുക്കുരട്ടി എന്നാണ് പറയുന്നത്. പിന്നെ ദാണ്ട് അവിയലും പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വാദിഷ്ടമായ തലക്കറി, കേരച്ചൂരയുടെ തലയായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിച്ചിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയായ തലയായിരുന്നു. ആവശ്യത്തിന് തലക്കറി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സലാഡ് അതും ഇത്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. സലാഡില്ലാത്ത കളിയില്ല. എന്ത് എരിവുള്ള സാധനം വെച്ചാലും ഇത്തിരി സലാഡ് വേണമെന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇത്തിരി സലാഡ് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ സലാഡിന് ഞാൻ ഇത്തിരി വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതാണ് ഒരു പ്രത്യേകത. പിന്നെ നമ്മുടെ പാവയ്ക്ക വറുത്തതും ആവശ്യത്തിന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാള അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് കഴിക്കാൻ എല്ലാവരും വന്നോളൂ. സൂപ്പർ ടേസ്റ്റിയായ ഒരു നാടൻ ഉച്ചയൂണ്. പാവയ്ക്ക വറുത്തതും അവിയലും ക്യാബേജ് തോരനും തലക്കറിയൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.